ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം വായിച്ചുകൊണ്ട് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നമ്മോട് എതിർക്കുന്ന ആളുകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റും നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ട് ജീവിതത്തിലെ തകർക്കുവാൻ മാനസികമായിട്ട് നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില ആളുകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോട് അതിരാവിലെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദുഷ്ടന്മാരുടെ ആലോചനയിൽ നടക്കാതെ, ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾക്ക് യാതൊരുവിധ മുൻതൂക്കവും കൊടുക്കാതെ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 5. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരികൾ നിൻ്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരെ ഒക്കെയും നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ. എൻ്റെ മുൻപിൽ നിൻ്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല. അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവുകൊണ്ട് അവർ മധുരവാക്കു പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ആമേൻ. ദൈവത്തിൻ്റെ ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കണം. നമ്മളെ അന്യായമായിട്ട് കുറ്റപ്പെടുത്തുന്നവർ, നമ്മളെ കുറ്റം പറയുന്ന ആളുകൾക്ക് മുൻപിൽ ദൈവം നീതിയോടെ നമ്മെ നടത്തേണ്ടതിനായിട്ട് ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ടവനെ മറയ്ക്കും. ദൈവത്തിൻ്റെ പരിചയുടെ കീഴിൽ, ദൈവമെന്ന ആ ഒരു പരിച കൊണ്ട് നമ്മളെ മറച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന്, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.